തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അതിനിടയിൽ ബി.ജെ.പിയെ വെട്ടിലാക്കിക്കൊണ്ടായിരുന്നു ബി.ജെ.പി സീറ്റ് നൽകാത്തതിൽ മനം നൊന്ത് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. അത് ആർ.എസ്.എസ് നേതാവ് കൂടിയായ ആനന്ദായിരുന്നു. ആ ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നാണ് ഉണ്ടാവുക. ആനന്ദിന്റെ മരണത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ ആരോപണ വിധേയരായവരുടെ പേരുകളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനന്ദിന് ബി.ജെ.പിയുമായോ ആർ.എസ്.എസുമായോ ബന്ധമില്ല എന്നാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ മറുപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗാണ് ചേരുന്നത്. സാരംഗ്, തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. സ്വാഭാവികമായും സീറ്റ് ചർച്ചകളൊക്കെ ഉണ്ടാകും, ചിലർക്ക് സീറ്റുകളൊക്കെ നിഷേധിക്കും. ഇപ്പോഴെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വം നൽകുന്നത്? പാർട്ടിയുമായി ഒന്നും ആനന്ദിന് ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ആത്മഹത്യയിലേക്ക് എത്തിച്ചത് ഈ സീറ്റ് നിഷേധം എന്നത് മാത്രമാണോ? അഭിലാഷ്, അത്തരത്തിലാണ് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം ഈ ഒരു സീറ്റ് നിഷേധത്തിനൊപ്പം തന്നെ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലടക്കം സൂചിപ്പിച്ചിട്ടുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. കാരണം ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് മണ്ണ് മാഫിയയുടെ അടക്കം നിയന്ത്രണത്തിലാണ് ഈ ബി.ജെ.പി നേതൃത്വം. മറ്റും ആ ഒരു മാഫിയയുടെ പിടിയിലാണ്. ആ ഒരു മാഫിയയുടെ ഒരു ബിനാമി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നോമിനി ആയിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അവരുടെ കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് തന്നെ പരിഗണിക്കാത്തതെന്നടക്കമുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പേരെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗോപകുമാർ, ഉദയകുമാർ, ഒപ്പം തന്നെ രാജേഷ് എന്നീ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആർ.എസ്.എസിന്റെ ബി.ജെ.പി നേതാക്കൾ അടക്കം ഈ തന്റെ ആത്മഹത്യയിൽ കാരണക്കാരായിട്ടുണ്ട് എന്നാണ് ഇയാളുടെ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ അടക്കം പറയുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വായിക്കുന്നതിനൊപ്പം തന്നെ ഇത് ഈ ഒരു മറ്റ് തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് ഇത്തരത്തിലുള്ള നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല പ്രശ്നങ്ങളിലേക്കും ഇരൾ ചൂണ്ടുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ തനിക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു. തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇയാൾ എത്തിയിരുന്നു. പക്ഷേ ആ തീരുമാനത്തിനൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു പെട്ടെന്ന് ഇന്നലെ ഒരു ഇത്തരത്തിലൊരു വലിയൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഇതിപ്പോൾ ബി.ജെ.പി നേതൃത്വത്തെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം കുറച്ച് ആഴ്ചകൾക്ക് മുൻപായിരുന്നു മാസങ്ങൾക്ക് മുൻപായിരുന്നു തിരുമല അനിലിന്റെ അടക്കം ആത്മഹത്യ ഉണ്ടായിരുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്നും ബി.ജെ.പി ഒരു പരിധിവരെ കരകയറി വരുന്ന സമയത്താണ് തൊട്ടടുത്ത ഒരു പ്രവർത്തകന്റെ ആർ.എസ്.എസ് പ്രവർത്തകന്റെ ഒരു ആത്മഹത്യ. പക്ഷേ ഇതിൽ നേതൃത്വത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇയാൾ ബി.ജെ.പി പ്രവർത്തകനല്ല, ഈ ഒരു നേതൃത്വവുമായി യാതൊരു രീതിയിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നായിരുന്നു ഇന്നലെ അടക്കം കരമന ജയനടക്കം പ്രതികരിച്ചിരുന്നത്. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വവും നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹം തീർച്ചയായും ഒരു ആർ.എസ് പ്രവർത്തകനാണ് എന്നാണ് മറ്റ് ഈ ഒരു പ്രാദേശിക നേതൃത്വം, അതായത് മറ്റ് പാർട്ടികളടക്കമുള്ള CPM അടക്കമുള്ള പാർട്ടി നേതാക്കളടക്കം പറയുന്നത് ഇയാൾ സജീവ ബി.ജെ.പി ആർ.എസ്.എസ് പ്രവർത്തകൻ തന്നെയാണ് എന്നാണ്. പക്ഷേ അത് മൊത്തം തഴഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ അടക്കം നേതാക്കളുടെ പ്രതികരണം. ഇന്ന് ഇപ്പോൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ SK ഹോസ്പിറ്റലിൽ തന്നെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. 9 മണിയോടുകൂടി പൂജപ്പുര പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും കുടുംബത്തിന് ഇദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടു നൽകുക. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു മരണം ബി.ജെ.പി നേതൃത്വത്തിനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തള്ളിയിടുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അധികം സമയമില്ല ഇനി തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ. സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ മാത്രമുള്ളൂ. ഈ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇത് മറ്റ് നേതൃത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് വലിയൊരു ലക്ഷ്യമായി മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മരണം തിരുമല അനിലിന്റെ മരണം ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ഒരു അണിയല്ല, പ്രവർത്തകനല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം അത്രയും വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അടക്കമുള്ളത്. കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടും ഈ മാഫിയ അടക്കം കാണിച്ചുകൊണ്ടും മാത്രമല്ല തന്റെ മൃതദേഹം ആർ.എസ് പ്രവർത്തകരെ ആരെയും കാണിക്കാൻ പാടില്ല എന്നടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് മരണക്കുറിപ്പ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ ബി.ജെ.പി നേതൃത്വത്തിന് മറികടക്കാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയായി കണക്കാക്കാൻ പറ്റില്ല. നിലവിൽ മൃതദേഹം ഇവിടെ തന്നെ തുടരുകയാണ്. ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും കുടുംബത്തിന് വിട്ടു നൽകുക. നേതൃത്വം എല്ലാം നിഷേധിക്കുമ്പോൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയുണ്ടായിട്ടുള്ള ഒരു ആത്മഹത്യ അത് ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും ഒക്കെ വലിയ തോതിൽ വെട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സാരംഗ് നൽകിയത്.